إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തം ശരീരത്തിടുന്നതുപോലെ നിങ്ങളോട് ഞാൻ ആദ്യമായി ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച് തക്കമുള്ളവരായി ആക്കിപ്പത്ത് നന്നായി മരിക്കുവാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മൾ മൂന്നാഴ്ചയായി കഴിഞ്ഞു സൽസ്വഭാവത്തിനെ കുറിച്ചാണ്. അതിൽ സ്വഭാവം നന്നാകുന്നതിൻ്റെ ഏറ്റവും മുഖ്യമായ പങ്ക് വഹിക്കുന്നത് പരദൂഷണം പറയുന്നത് നാവുമാണെന്ന് പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു തങ്ങളുടെ അടുത്ത് ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, അൻ സുലൈമിൻ അത്തൈതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖുൽതു അല്ലിംനി ഖൈറ അതൻഫഹു ബി ഫഖാല ലാ തഹക്കറന്ന മിനൽ മഅറൂഫ് ഷൈഅൻ വലൗ അന്ന തസുബ്ബ മിൻ ദൽവക ഫി ഇനായി മുസ്തഷ്കി വൻ തൽഖ അഖാക ബിശ്രിൻ ഹസനിൻ വൻ അദ്ബറ ഫലാ തത്തഅതഹു റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തരണം. അത് എനിക്ക് ഉപകാരപ്പെടുന്നതായിരിക്കണം. അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ഉപദേശങ്ങൾ എന്നെ ഉപദേശിച്ചു തന്നാലും എന്ന് പറഞ്ഞു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തഹക്കറന്ന മിനൽ മഅറൂഫ് ഷൈഅൻ. ഏതൊരു നിസ്സാരമായ നല്ല കാര്യമാണെങ്കിലും അതിനെ അവഗണിക്കരുത്. ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവുള്ളൂ. ഏത് നിസ്സാരമായ കാര്യമാണെങ്കിലും അതിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അവഗണിക്കാൻ പാടില്ല. ഖൗലും മഅറൂഫും ഖൈറും മിൻ സദഖത്തീന. നല്ല വാക്ക് പറയുന്നത് ദാനം ചെയ്യുന്നതിനേക്കാൾ നന്മയുടെ ഖുർആനാണ്. ഖൗലും മഅറൂഫും ഖൈറും മിൻ സദഖത്തീന. കേട്ടോ, മനസ്സിലാക്കി വെക്കുക. വലൗ അന്ന തസുബ്ബു മിൻ ദൽവിക ഫീ ഇനായി മുസ്തഖി. നീ വെള്ളം ബക്കറ്റിൽ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന സമയത്ത് ദാഹിച്ചു പറയുന്ന ഒരു മനുഷ്യനോ ഒരു ജീവിയാവട്ടെ, അതിൻ്റെ പാത്രത്തിലേക്കോ അതിൻ്റെ വായിലേക്കോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതും സൽക്കർമ്മമാണ്. കേട്ടോ, നമ്മൾ വെള്ളം കോരുന്ന സമയത്ത് ഒരാൾക്ക് നമ്മൾ ഒഴിച്ചു ഒരു പാത്രത്തിൽ കൊടുക്കുക. ഒരു നായയാണെങ്കിൽ നായയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു നായയുടെ ദാഹത്വത്തിൻ്റെ പേരിൽ ഒരു മോശപ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നു. അവിടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുത്ത് സ്വർഗത്തിൽ പോയി.
അതും സൽക്കർമ്മമാണ്. നമ്മൾ വിചാരിച്ചതുപോലെ വെറും വിവാദത്തെ ആരാധനകൾ മാത്രം പോലെ സംസ്കാരങ്ങൾ അതുപോലത്തെ കാര്യങ്ങളില്ല. ഇതൊക്കെ സൽക്കർമ്മത്തിൽപ്പെട്ട. അപ്പോൾ 2 കാര്യം പറഞ്ഞു കൊടുത്തു. ഒന്ന് എന്താ പറഞ്ഞത്, ഏത് നിസ്സാരമായ കാര്യമാവട്ടെ, നല്ല കാര്യമാണെങ്കിൽ അതിനൊരിക്കലും നമ്മൾ നിസ്സാരമാക്കാൻ പാടില്ല. നമ്മൾ നല്ല കാര്യഗൗരവത്തോടെ എടുക്കണം. രണ്ടാമത്, നീ വെള്ളം കോരുന്ന സമയത്ത് ദാഹിച്ചു പറയുന്നു വന്ന ഒരാൾക്ക് നീ ആ പാത്രത്തിലേക്കോ അല്ലെങ്കിൽ അവന് വെള്ളം കുടിക്കാൻ അവൻ വിളിച്ചു കൊടുക്കണം. മൂന്നാമതായി പറഞ്ഞ എന്താണ്, വൈൻ തുൽക്കാക്ക, നിന്റെ സഹോദരനെ കണ്ടാൽ ബിഷിരിൻ ഹസനിൻ, അത് നമ്മളെപ്പോഴും കേൾക്കുന്ന നല്ല സന്തോഷമുള്ള മുഖം കൊണ്ട് പുഞ്ചിരിയോടുകൂടി അവനെ സ്വീകരിക്കണം. ഈ 3 കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ തന്നെ ഇവിടുന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ. ഇത് പറയാൻ കാരണം പിന്നെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് വൈൻ അദ്ബറ ഫലാ തബ്തഅതുഹുന. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞുതരാം. ഒക്കെപ്പാടെ കൂടിയിട്ടൊരു യോഗം കൂടി, അല്ലെങ്കിൽ കുറച്ചാൾക്കാർ കാര്യങ്ങൾ സംസാരിച്ചിങ്ങനെ ഇരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാവുക, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും. അതിൽ നിന്ന് ഒരാൾ എണീറ്റ് പോയി ഒരാളെ ആ കാര്യം കഴിഞ്ഞാൽ പോയി. അപ്പം പിന്നെ അവനെ കുറിച്ച് പരദൂഷണം പറയരുത്, മനസ്സിലായില്ലേ? പിന്നെ അവനെ വിലയിരുത്തരുത്, അവനങ്ങനെ. അതാണ് 3 സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പറഞ്ഞത്. ഒന്ന് എന്താണ്, ഏത് കാര്യമാണെങ്കിലും ചെറിയ കാര്യങ്ങൾ ആണെങ്കിൽ പോലും നിസ്സാരമായി നീ കാണരുത് നന്മയിൽ. അതുപോലെ വെള്ളം ദാഹിച്ചവർ വെള്ളം കുടിക്കുക എന്നതിൻ്റെ അർത്ഥം. മൂന്നാമത്തത്, ഒരു സദസ്സിൽ നിങ്ങൾ ഇരുന്നിട്ട് അതിൽ നിന്ന് ഒരാൾ പോയി, അല്ലെങ്കിൽ 3 ആൾ സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് ഒരാൾ എണീറ്റ് പോയി. ആ പോയ ആളെ പറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിനെപ്പറ്റി അദ്ദേഹത്തെ പറിച്ച് നിങ്ങൾ പരദൂഷണം പറയുന്നത് പോലെ അങ്ങനെയാണോ ഇങ്ങനെ. ഞാൻ ചരിത്രം കൂടി പറഞ്ഞുതരട്ടെ, ആ ഹദീസിനെ അടിസ്ഥാനമാക്കിയിട്ട്. ഒരിക്കൽ മദീനത്തെ പള്ളിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദ് ബിൻ സാബിത്തിന്റെ നേതൃത്വത്തിൽ ഖുർആൻ ക്ലാസ്സോ ഹദീസ് ക്ലാസ്സോ പഠന സംഗമം നടക്കുകയാണ്. സയ്യിദ് ബിൻ സാബിത്ത് അതിനെല്ലാം എന്താണ് യോഗ്യത ഉള്ള ഒരാളായിരുന്നു. സയ്യിദ് ബിൻ സാബിത്ത് മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പാലായനം ചെയ്ത് ഹിജറ പോയി ചെന്ന സമയത്ത് 11 വയസ്സ് ഉള്ള ചെറുപ്പക്കാരൻ, കുട്ടിയാണ്. ബദറിൽ മാതാപിതാക്കളൊക്കെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തു. സയ്യിദ് ബിൻ സാബിത്തിന് ബദറിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. കുട്ടിയായ നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് അനുവാദം കൊടുത്തില്ല. ഉഹദ് യുദ്ധമുണ്ടായപ്പോഴും അതിൽ 8 ചെറുപ്പക്കാർ ചെന്നു ഉഹദിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് 2 പേരെ തെരഞ്ഞെടുത്തു. അതിലും സയ്യിദ് ബിൻ സാബിത്ത് പെട്ടില്ല. സയ്യിദ് ബിൻ സാബിത്തിന് നല്ല കൂർമ്മ ബുദ്ധിയായിരുന്നു, ചെറുപ്പക്കാരൻ നല്ല കഴിവുള്ള ആളായിരുന്നു. അപ്പോൾ കാത്തിബുൽ വഹ്യ് എന്ന് പറഞ്ഞാൽ എഴുത്തുകാരൻ, വഹ്യ് എഴുതുന്ന ഒരു ചുമതല ആർക്ക് കൊടുത്തു? സയ്യിദ് ബിൻ സാബിത്തിനെ ഏൽപ്പിച്ചു. ഈ വഹ്യ് വരുന്ന സമയത്തൊക്കെ 13 കൊല്ലം മക്കത്താണ് വന്നത് കേട്ടോ, പിന്നെ 10 കൊല്ലം മദീനത്ത്. ഇത് അപ്പോഴത്തപ്പോഴായി സഹാബികൾ മനഃപ്പാടമാക്കും, അതല്ലെങ്കിൽ പല ഭാഗങ്ങൾ എഴുതി സൂക്ഷിച്ചു വെക്കും. ഇന്ന അധ്യായത്തിലാണ് ഇന്ന ആയത്ത് എന്നൊക്കെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ 114 അധ്യായത്തിൽ ആറാഴ്ചയിലാണ് ആയത്തുകൾ പല സമയങ്ങളിലും പല സന്ദർഭങ്ങളും അവതരിച്ചിട്ടുണ്ട്. ഇതൊക്കെ സഹാബത്ത് മനഃപ്പാടമാക്കിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനഃപ്പാടമാക്കി. അങ്ങനെ ഇത് വരുന്ന സമയത്ത് അത് പറഞ്ഞ ഒരാളെ, അതാണ് കാത്തിബുൽ വഹ്യായിട്ടുള്ള ഒരു ജോലി സയ്യിദ് ബിൻ സാബിത്തിന് കൊടുത്തു. അപ്പം അദ്ദേഹത്തിൻ്റെ ഗ്രേഡാണ് ഈ പറയുന്നത്. അപ്പോൾ നല്ല ബുദ്ധിയുള്ള ആളായിരുന്നു, യുദ്ധത്തിൽ പങ്കെടുക്കാൻ താല്പര്യം കാണിച്ച ആളായിരുന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുമ്പോൾ 11 വയസ്സ് പ്രായമുള്ള ആളായിരുന്നു. പിതാവൊക്കെ യുദ്ധത്തിൽ പങ്കെടുത്ത ആൾക്കാരായിരുന്നു. പിന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പ്രബോധനം നടത്താൻ വേണ്ടി ആ രാഷ്ട്രങ്ങളിലെ രാഷ്ട്ര നേതാക്കന്മാർക്കൊക്കെ കത്തെഴുതി അവരുടെ ഭാഷ ഏതാണ്ട് ആ ഭാഷയിലൊക്കെ കത്തെഴുതാൻ കൊടുക്കാനും അത് ക്ഷണിക്കുവാനും ചുമതലപ്പെടുത്തിയ ആളും സയ്യിദ് ബിൻ സാബിത്ത്. പിന്നീടുള്ളത് എല്ലാ നിലക്കും അറിവിൻ്റെ ഒരു നിറകുടമായിരുന്നു. ഒരിക്കൽ സയ്യിദ് ബിൻ സാബിത്ത് തൻ്റെ ഒട്ടകപ്പുറത്ത് കയറാൻ ശ്രമിച്ചപ്പോൾ അബ്ദുല്ലാഹി അബ്ബാസ് എന്ന് ചെന്നിട്ട് ഒന്ന് സഹായിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സയ്യിദ് പറഞ്ഞു,
നിങ്ങളെപ്പോലത്തെ വലിയ ആൾക്കാരൊന്നും എനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു സഹായം ചെയ്യരുത്. നിങ്ങളൊക്കെ വലിയ ആൾക്കാരാണ്. അവരെ ബഹുമാനിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു, പണ്ഡിതന്മാർക്ക് സേവനം ചെയ്യുക, പണ്ഡിതന്മാരെ ബഹുമാനിക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പുണ്യമുള്ള കാര്യമാണ്. അത് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ അവരുടെ കാഴ്ചപ്പാടിൽ ഇതിന് വിശ്വാസമായി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്താണ്. സെയ്ദ് ഇബ്നു സാബിത്ത് എല്ലാം കൊണ്ടും എന്തായിരുന്നു? നല്ല അറിവും കഴിവുള്ള ആൾ. വിശ്വാസം തങ്ങളുടെ കാലശേഷം യമാമ യുദ്ധം എന്ന് പറയുന്ന ഒരു യുദ്ധമുണ്ടായി. ആദ്യത്തെ ശത്രുക്കളുടെ പൊട്ടിപ്പുറപ്പുള്ള ആ യുദ്ധത്തെ നേരിട്ടു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫ. ആ യുദ്ധത്തിൽ സഹാബികളിൽ നിന്ന് കുറേ പേർ ഷഹീദായി. ആ ഷഹീദായ ആൾക്കാർ എങ്ങനത്തെവരായിരുന്നു? ഖുർആൻ ഹിഫ്ളുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ ഉടനെ തന്നെ ഒരു കമ്മിറ്റി കൂടി, ഒരു സെക്രട്ടേറിയറ്റ് കൂടി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് വിളിച്ചു കൂട്ടാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ ഈ ഖുർആൻ ഹാഫിളീങ്ങൾ ഈ നിലയ്ക്ക് ഷഹീദായി പോയാൽ ഖുർആൻ വരും തലമുറകൾക്ക് കിട്ടുകയില്ല. അപ്പോൾ ഇതെന്താണ് ഒരു പോൺ വഴി? അപ്പോൾ ഒരുമിച്ച് കൂടി അത് ശേഖരിക്കുക, ഖുർആൻ ക്രോഡീകരണം. അത് അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്ത്. അതിന്റെ ചാർജ് കൊടുത്തത് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഒരാളെ ചുമതലപ്പെടുത്തി കമ്മിറ്റി കൂട്ടി. സെയ്ദ് സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ കാണുന്ന വലിയൊരു മല അതിനെ പൊക്കി ഇപ്പുറത്തേക്ക് വെക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്ര ഭയമില്ല, അത് എളുപ്പമാണെന്ന് തോന്നുന്നു. അതിനുപരിയായിട്ടുള്ള വലിയതായ ഉത്തരവാദിത്തമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്, ഖുർആൻ ക്രോഡീകരണം. അത് സെയ്ദ് സാബിത്തിന്റെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച് ഖുർആൻ ക്രോഡീകരണവും നടത്തി. പിന്നെ ഇന്ന് കാണുന്ന മുസാഫിർവത്തിൽ പല ഭാഗത്തേക്ക് അയച്ചതൊക്കെ ഉസ്മാൻ അഫ്ഫാറിന്റെ കാലത്ത്. പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ തങ്ങൾ ക്ലാസ് എടുക്കാൻ ചുമതലപ്പെടുത്തിക്കാണ്. അപ്പം അത്ര അറിവുള്ള ആളായിരുന്നു. ക്ലാസ് എടുത്തു കൊടുക്കുക. അവർ സഹാബത്തിന് തന്നെയല്ല മതിപ്പുള്ളവരുണ്ടായിരുന്നു. ഒരിക്കൽ പലരും പലത്തിൽ ഉണ്ടാവാറ്. ഒരിക്കൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംഭാവനയായിട്ട് ഒരാളെ വകയായിട്ട് കുറച്ച് ഇറച്ചി കൊണ്ടുപോയി കൊടുക്കുന്നത് കണ്ടു. ഇവരെല്ലാവരും കണ്ടു. സഹാബത്ത് എല്ലാവരും ഇറച്ചി കൊണ്ടുപോയി കൊടുക്കുന്നത് എല്ലാവരും കണ്ടു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞങ്ങൾ കുറേ കാലമായി മാംസം തിന്നിട്ട് ഞങ്ങൾക്ക് മാംസം തിന്നാൻ വളരെ ആഗ്രഹമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് മാംസം വാങ്ങിക്കൊണ്ടു തരണം എന്ന് പറഞ്ഞിട്ട് അതിൽ നിങ്ങൾ തന്നെ പോയാൽ മതി, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് എനിക്ക്, അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശ്രദ്ധയൊന്ന് പെടുത്തണമെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? ഇവരെ പറഞ്ഞയച്ചു. അവർ പോയി കഴിഞ്ഞ് നബിയോട് ചോദിച്ചു, നബിയെ, പള്ളിയിൽ ക്ലാസ്സിലിരിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് മാംസം വേണത്രേ, അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവരിപ്പോൾ മാംസം തിന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം എന്താണ് പറഞ്ഞാലോ, ഇവര് സെയ്ദ് ഇബ്നു സാബിത്ത് ഇവരടിയിൽ നിന്ന് അങ്ങോട്ട് പോയി. അതപ്പോൾ നമ്മൾ ഹദീസ് പറഞ്ഞത്, ഇവരടിയിൽ നിന്ന് പോയി കഴിഞ്ഞേക്ക് വിശാലോട് ഇടപെട്ടു, ചർമ്മിച്ചെന്നു. എന്നിട്ട് അവർ പറഞ്ഞു, നമ്മളൊക്കെ ഇപ്പോൾ നബിനെ നേരിട്ട് കണ്ടവരും അറിയുന്നവരൊക്കെ ആണല്ലോ, ഇപ്പം നമുക്കിപ്പോൾ ക്ലാസ് എടുക്കാനിപ്പോൾ സെയ്ദിനെ മാത്രം ഇങ്ങനെ ചുമതലപ്പെടുത്തിയത് ഇതാ പറഞ്ഞത്. ഇതാണ് പറഞ്ഞത്. അപ്പം നബിയോട് മാംസം പോയി ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, അവര് തത്വത്തെ അർച്ച് തിന്നിക്കണു. 2 വട്ടം 3 വട്ടം വന്നു പോകും, ഞങ്ങൾ മാംസം തിന്നില്ല. അവർ സെയ്ദ് സാബിത്തോട് എന്താ സംഭവം എന്നറിയില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എടുത്ത് അവർ പോയപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, അതാണ് പച്ച മാംസം. നിങ്ങൾ പരസ്പരം പരദൂഷണം പറയുന്നത്. അത് നമ്മൾ നേരത്തെ ഞങ്ങളെ കേൾപ്പിച്ച ഹദീസാണ്. 3 കാര്യങ്ങൾ പറഞ്ഞു. 4-മത്തത്, ആ സദസ്സിൽ നിന്ന് ഒരാൾ എണീറ്റ് പോയാൽ അദ്ദേഹത്തെ കുറിച്ച് എന്ത് പറയാൻ പാടില്ല, നല്ലതേ പറയാവൂ. ഇത്രേ പറഞ്ഞുള്ളൂ. നമ്മളൊക്കെ ഇപ്പൊ നബിയുടെ അടുത്തിരിക്കുന്ന ആള്, നമുക്ക് ഇപ്പൊ ക്ലാസ് എടുക്കാൻ നബി ഇവരെയാണ് ചുമതലപ്പെടുത്തിയത്. അവരോട് തുപ്പാൻ പറഞ്ഞു. അപ്പൊ പല്ലിനിടയിൽ നിന്നൊക്കെ രക്തങ്ങൾ വന്നത് പച്ച ദീപത്ത് പറഞ്ഞതിന്റെ അടയാളം എന്ന് കാണിച്ചു. പക്ഷേ ഖുർആനിൽ വൈദ്യുതി ഹുമതത്തിൽ ലുമത അല്ലെങ്കിൽ ജമാമാലം
വ്യാസമു അന്നമാലോഹര. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയായിരിക്കും ചിലപ്പോൾ. വൈലുല്ലി കുല്ലി ഹുമദത്തുൽ ലുമതാണ്. വൈലെന്ന് പറഞ്ഞാൽ നാശമാണ്. വൈലുല്ലി കുല്ലി ഹുമദത്തുൽ ലുമത. ഹുമദ ലുമത. മുഖത്ത് നോക്കിയിട്ടും ഒരു മനുഷ്യന്റെ സാന്നിധ്യത്തിലും അപാകത്തിലും മോശമായി എന്തെങ്കിലും പറയുന്നത് അവർക്ക് സകല നാശവും അവർക്കാണ്. അവർ മുഖം നോക്കിയിട്ടും മുഖം നോക്കാതെ പരമാവധി നമ്മൾ ഈ വിഷ അവസാനിപ്പിക്കുകയാണ്. ഒരാളെ നമ്മൾ കുറ്റം പറയും. അത് നാളെ മത്സരം ചെല്ലുന്ന സമയത്ത് നന്മ തിന്മകൾ എഴുതിയ ഗ്രന്ഥം നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ ഒരാൾ പറഞ്ഞു, ഒരു സഹാബിന്റെ ചരിത്രമുണ്ട്. എന്താണ്? അയാൾ നോക്കുമ്പോൾ മൂപ്പർക്ക് ഒരുപാട് നന്മകൾ കാണുന്നുണ്ട്. അപ്പൊ ഇത് എവിടുന്ന് കിട്ടിയ നന്മയാണ് എന്ന് ചോദിക്കും. അപ്പോൾ പറയും, നിങ്ങളെപ്പറ്റി ഒരുപാട് ആൾക്കാർ ഗീബത്ത് പറഞ്ഞപ്പോൾ അവരുടെ നന്മയുടെ പട്ടികയിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി നിങ്ങളുടെ നന്മയുടെ പട്ടികയിലേക്കും. അതാണ് നിങ്ങൾ അറിയാതെ വന്ന ആ നന്മകൾ. അതാണ്. അപ്പോ വൈലുല്ലി കുല്ലി ഹുമദത്തുൽ ലുമദ അല്ലദീ ജമഅ മാലൻ വഅഖറ. അത് കൂടുതലായിട്ട് സൂചിപ്പിക്കണം. എങ്ങനത്തെവരാണ് ഈ കുറ്റം പറയുന്നത്? ജമഅ, അവര് സമ്പത്ത് ഒരുമിച്ച് കൂട്ടി എണ്ണിക്കണക്കാക്കുന്നവർ. അപ്പൊ ഈ സമ്പത്ത് കൂടുമ്പോൾ മറ്റൊരുത്തനെ കുറിച്ച് പരദൂഷണം പറയുവാനുള്ള ഒരു ലാഞ്ചന ഉണ്ടാവും. അത് ഇബ്ലീസിന്റെ പണിയാണ്. ഞാൻ സമ്പത്തിന്റെ ആളാണ്, എനിക്ക് തൽക്കാലം എനിക്ക് എല്ലാ കഴിവുകളുണ്ട് എന്ന് തോന്നി. അങ്ങനെ അത് പല സമയങ്ങളിലും പലരെയും കാണപ്പെടുന്ന ദുസ്വഭാവമാണ്. അങ്ങനെ വൈലുല്ലി കുല്ലി ഹുമദത്തുൽ ലുമദ അല്ലദീ അവന്റെ സമ്പത്തൊക്കെ ശാശ്വതമാണെന്ന് വിചാരിച്ച് പല രൂപത്തിലും മറ്റുള്ളവരെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും കുറ്റം പറയുകയും മുഖം നോക്കിയിട്ടും മുഖം നോക്കാതെയും കുറ്റം പറയുന്ന ഒരവസ്ഥ ഉണ്ടായാൽ നമ്മുടെ സംക്രമങ്ങളൊക്കെ പോകും. അപ്പോ സെയ്ദ് ബിൻ സാബിത്തിന് നല്ല അംഗീകാരമുള്ള ഒരു സഹാബിയായിരുന്നു. അത് അയാളുടെ സ്വഭാവം, അയാളുടെ ഡെസിഗ്നേഷനൊക്കെ പറഞ്ഞത് എല്ലാ നിലക്കും ഒരു അംഗീകാരമുള്ള ഒരു സഹാബി വരെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ ക്ലാസ് കൊടുത്താൻ പറഞ്ഞപ്പോൾ അയാൾ അവിടെ അങ്ങോട്ട് പോയപ്പോൾ അയാളെ പറ്റി ഗീബത്ത് പറഞ്ഞു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പം തന്നെ സ്പോട്ടിൽ അറിയിച്ചു കൊടുത്തു, പ്രവാചകരെ ഉപദേശിച്ചു കൊടുത്തു. അവരൊക്കെ പിൻവലിച്ച് സെയ്ദ് റളിയല്ലാഹുവിനോട് ക്ഷമാപണം ചെയ്തു, ഇസ്തിഗ്ഫാർ ചെയ്തു, അല്ലാഹുവെ കൊടുത്തു. നമ്മളൊക്കെ അങ്ങനെ എത്ര ഗീബത്തുകളും പരദൂഷണങ്ങളാണ് നമ്മൾ അറിഞ്ഞിട്ട് മര്യാദ പറയുന്നത്. ഇതോടൊക്കെ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ അമലുകൾ നമ്മൾ അറിയാതെ മറ്റൊരുത്തന്റെ അക്കൗണ്ടിലേക്ക് അങ്ങനെ പോയിക്കൊണ്ട്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹൽ കദ്റൂനൽ മുഫ്ലിസ്. മുഫ്ലിസ് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? എന്താ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്കറിയാത്തത് മുഫ്ലിസ് എന്ന് പറഞ്ഞ സഹാബത്ത് പറഞ്ഞു, ഖാലു അൽ മുഫ്ലിസു ഫീന മല്ല ദിർഹമിൻ ലഹു വലാ മത്താഉൻ വലാ ദീനാറുൻ. മുഫ്ലിസ് എന്നാൽ പാവപ്പെട്ട ആൾ, പാപ്പരെന്നാണ് അർത്ഥം. കച്ചവടമൊക്കെ ചെയ്തിട്ട് പൊളിഞ്ഞ ആൾക്ക്, നഷ്ടപ്പെട്ട ആൾക്ക് മുഫ്ലിസ് എന്ന് പറയും. അപ്പോൾ മുഫ്ലിസായി എന്ന് പറയും. എന്ത് കാര്യങ്ങളും ചെയ്തിട്ട് അത് അക്കാലം കിട്ടാതെ നഷ്ടപ്പെട്ടാൽ നഷ്ടം വന്നവൻ പാപ്പരായവൻ അർത്ഥം. അങ്ങനെ നിങ്ങൾക്കൊരു മുഫ്ലിസിനെ അറിയോ? അപ്പൊ അവരെ കാഴ്ചപ്പാടില് സമ്പത്തില്ലാത്തവൻ, വസ്തുവിന് ചരക്കുകളില്ലാത്തവൻ, മുഫ്ലിസും മത്താവും ഇല്ലാത്തവൻ. തങ്ങൾ പറഞ്ഞു, അന്നൽ മുഫ്ലിസ, മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ മുഫ്ലിസ് എന്ന് പറഞ്ഞ ആൾ ആരാണ്? മനസ്സിലാക്കി വെക്കുക. മൻ യഅ്തി യൗമൽ ഖിയാമ, ഒരുത്തനെ ഖിയാമത്ത് നാളിൽ കൊണ്ടുവരും, ഹാജരാക്കപ്പെടും. ഒരു ഉദാഹരണം, ഒരുത്തൻ എല്ലാവരും ഹാജരാക്കും. എന്നിട്ടോ അവനെ ഉമ്മത്തി യഅ്തി യൗമൽ ഖിയാമ ബിസ്സലാത്തിൻ, നല്ല നിസ്കരിക്കുന്ന ആളാണ്, 5 നേരം നിസ്കരിക്കും, സുന്നത്ത് നിസ്കരിക്കും, എല്ലാ കാര്യങ്ങളും. വസിയാമി, നോമ്പ് അനുഷ്ഠിക്കും, അതല്ല നിർബന്ധമായ ആചാരാനുഷ്ഠാനങ്ങൾ. സക്കാത്തിൽ, സക്കാത്തും കൊടുക്കും. എല്ലാവരും എത്തി. അപ്പൊ വേറെ ആളെ കൊണ്ടുവരണം. വഖദ് സത്തമ ഹാദാ, അപ്പോ മറ്റൊരാളെ കാണുമ്പോൾ വേറൊരാൾ വേണം പറയും, അല്ലാഹുവേ, ഇവരോട് പറയും, അല്ലാഹുവിനോട് പറയും, ഈ മനുഷ്യനെ ഇത് ചീത്ത പറഞ്ഞിട്ടുണ്ട്,
വക്കത്ത് ശതമ ചീത്ത പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ കദഫ ആരോപണം പറഞ്ഞിട്ടുണ്ട്. ഇല്ലാത്ത കെദുഫുൽ മുഹ്സിനാത്ത് എന്നൊക്കെ പറഞ്ഞതാണ്. അങ്ങനത്തെ ആരോപണങ്ങളും ചീത്തയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ആൾക്കാരെ പറ്റിയായി പറഞ്ഞു. പിന്നെ വഹാദ അക്കല അവന്റെ ധനം അനർഹമായി ഭക്ഷിച്ചിട്ടുണ്ട്. ദമ അതിലുപരിയായിട്ട് രക്തം ചിന്തുന്ന കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ ചെയ്തു? നമസ്കരിച്ചിരുന്നു, നോമനുഷ്ഠിച്ചിരുന്നു, സക്കാത്ത് കൊടുത്തിരുന്നു, അതുപോലത്തെ എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്ത് അവൻ വളരെ പ്രതീക്ഷയോടെയാണ് ഹിസാബിന് ഇന്റർവ്യൂവിന് പോകുന്നത്. ആ സമയത്താണ് ഇവൻ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്താണ് ഇവരെ പറ്റിയൊക്കെ എന്തൊക്കെ ചെയ്തു? ചീത്ത പറഞ്ഞു, പിന്നെ ആരോപണങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ അടിച്ചു, അവന്റെ മുതൽ തിന്നതൊക്കെ ചെയ്തു. അതുകൊണ്ട് ഇവർക്കൊക്കെ നീ ചെയ്ത ഈ സൽക്രമങ്ങൾ മുഴുവൻ കൊടുക്കുക. ഈബത്ത് പറഞ്ഞവരും ഗദുഫ് പറഞ്ഞ ആൾക്കാർക്കൊക്കെ നിങ്ങൾ എടുത്തു കൊടുക്കുക. അതാണ് ആദ്യം പറഞ്ഞ ഹദീസ്. ഒരുത്തം ഹിസാബിന്റെ സമയത്ത് പറഞ്ഞ റിക്കാർഡ് നോക്കുമ്പോൾ ചെയ്യാത്ത ഗുണങ്ങൾ ഉണ്ടാവും, നന്മകൾ ഉണ്ടാവും. ഇത് എവിടുന്ന് കിട്ടി? ഇത് നിന്നെ പറ്റി ഒരാൾ ഇന്നോരൊക്കെ ഇരുന്ന വൈകുന്നേരം ഈബത്ത് പറഞ്ഞതാ. അപ്പൊ അവരെ ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ നിന്നിലേക്ക് വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഇവനോട് ഇങ്ങനെ പറയുമ്പോൾ ഇവന്റെ എല്ലാ സൽക്കർമ്മങ്ങളും കഴിഞ്ഞിട്ടും വീണ്ടും ബാക്കിയാണ്. ഇവൻ പറഞ്ഞ തെറ്റുകുറ്റങ്ങൾ, നാവ് കൊണ്ട് ചെയ്ത കുറ്റങ്ങൾ വീണ്ടും ബാക്കിയാണ്. ഇവരെല്ലാം കൊടുത്തു കഴിഞ്ഞു. പിന്നെ റിക്കാർഡ് നോക്കുമ്പോൾ വീണ്ടും ഇത് കാണുകയാണ്. അപ്പൊ പിന്നെ പരിഹാരം എന്താണ്? ഈ പറയപ്പെട്ടവരുടെ അവരുടെ ദോഷങ്ങളും പാവങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇവർക്ക് കൊടുക്കും. ഇവരുടെ അടുത്ത് ഇവർ കൊടുക്കും. ഓരോ സൽക്കർമ്മങ്ങൾ മുഴുവൻ പോയി അതിന്റെ പുറമെ പറയപ്പെട്ടവരുടെ പാവങ്ങൾ ഇവരെ മേൽ ചുമത്തും. എന്നിട്ട് എന്ത് ചെയ്യും? നരകത്തിലേക്ക് അങ്ങോട്ട് അവനെ എറിയുകയും ചെയ്യും. അപ്പൊ ഇതാണ് വിഷയത്തിന്റെ ഗൗരവമാണ് പറഞ്ഞു തന്നത്. നമ്മൾ നിസ്സാരവൽക്കരുത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ അവരുടെ ഒരു പ്രശ്നമുണ്ടാകും. ആയിഷ ബീവി അവസാനത്തെ ചെറിയ യുവതിയായിരുന്ന ഒരു ഭാര്യയായി. ഖദീജ ബീവി നേരത്തെ വഫാത്തായി. അങ്ങനെ ഇരിക്കുമ്പോൾ സഫിയ എന്ന് പറയുന്ന ഒരു ഭാര്യ, ആ സഫിയ ഉയരം കുറഞ്ഞ കറുത്ത ഒരു സ്ത്രീയാണ്. സന്ദർഭവശാൽ ആയിഷ ബീവി പറഞ്ഞു നബിനോട്, ആയിഷ ബീവി ഈ സഫിയാൻ എന്തോ പണം പറഞ്ഞതാണ്. അത് ഖദീജ ബീവിക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാനധർമ്മം ചെയ്യുമ്പോഴൊക്കെ ഖദീജ ബീവിയുടെ ഗുണം പറയുന്നതും ആയിഷ ബീവിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അത് അതിസിങ്ങനെയാണ്. ഖദീജ ഖദീജക്ക് ഭയങ്കര വിവരം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവളെ കണ്ടിട്ട് പോലും ഇല്ല. ആ ഹദീസ് അങ്ങനെ പോകാനുണ്ടോ? ഇത് ഈ സഫിയ എന്ന് പറയുന്ന ഭാര്യയെ ആയിഷ ബീവി പറഞ്ഞു, ഖസീറത്ത് യഅനി സഫിയ, നിങ്ങളൊരു കുള്ളത്തി എന്നതിൻ്റെ അർത്ഥം, കറുത്ത ഒരു കുള്ളത്ത്. അതിൻ്റെ കൊണാണപ്പം ഇങ്ങനെ പറയുന്നു. പൊതുവെയുള്ള ഭാര്യമാരുടെ ഒരു സ്വഭാവമാണ്. നിങ്ങളൊരു കറുത്ത കുള്ളത്തി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബീവി സഫിയാനെ പരീക്ഷിച്ചുകൊണ്ട് ഈവത്ത് കുറ്റം മറുപടി പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ, ഈ പറഞ്ഞ വാക്ക്, നീ ചെയ്ത എല്ലാ സൽക്രമങ്ങളും ബാത്തിലായി പോകും കേട്ടോ. നീ പറഞ്ഞത് സഫിയാനെ കുറിച്ച് കുള്ളത്തി എന്നാണ് നീ വിളിച്ചത്. അത് ഭയങ്കരമായ തെറ്റാണ്, ഈബത്താണ്. നീ ആ പദം മിസാജത്ത് അറബിയിൽ നീ കുള്ളത്തി കസീറത്തി എന്ന് പറഞ്ഞ ആ വാക്ക് എഴുതിയിട്ട് കടലിൽ കൊണ്ടുപോയിട്ടാൽ കടലിലെ വെള്ളത്തിന്റെ നിറവും രുചിയും ഇതുകൊണ്ട് മാറ്റം വരും. അത്രയും ഗൗരവമുള്ള ഒരു വാക്കാണ് ഇനി സൗദാനെ പറ്റി പറഞ്ഞത്. ഇങ്ങനത്തെ ഒരുപാട് കഥകൾ ചരിത്രത്തിലേക്ക് അറിയിച്ചെന്നാൽ കാണാൻ കഴിയും. ആയിഷ ബീവി തെറ്റ് എന്താ പറഞ്ഞത്? കുള്ളത്തി എന്നാണ്. മറ്റൊരെന്താ പറഞ്ഞത്? ഇയാളിപ്പോൾ നമ്മളിയാറെന്താ പ്രത്യേകത? ഇതിൻ്റെ ഈ ഗൗരവമാണ് പറഞ്ഞത്. നമ്മളൊക്കെ എത്രയോ ഗൗരവമായി ഇതെടുക്കണം. നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്ത അമലുകളൊക്കെ അറിയാതെ മറ്റൊരുത്തൻ്റെ അക്കൗണ്ടിലേക്ക് പോകും. അതല്ലെങ്കിൽ നിഷ്ഫലമായി പോകും. ഈബത്ത് കൊണ്ടും പ്രദർശനം. അല്ല, ഈബത്തും അശുദ്ധമിനതിനാണ്. അത് നമ്മൾ പറഞ്ഞിട്ടില്ല.
വ്യഭിചാരത്തെക്കാൾ കഠിനമാണ് പരദൂഷണം. അതെന്താ കാരണം? വ്യഭിചരിച്ചവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ഒരു പക്ഷെ അള്ളാഹ് പുറത്തു കൊടുക്കും. ഈബത്ത് നമ്മൾ ആരെ പറ്റിയാണോ ഈബത്ത് പറഞ്ഞത് ആ വ്യക്തിയോട് ഒന്ന് പറഞ്ഞിട്ട് പൊരുത്തപ്പെടിച്ചാൽ മാത്രമേ അള്ളാഹ് പുറത്തു കൊടുക്കൂ. അത്രയും വലിയ ഗൗരവമാണ്. ഇനി ലുക്മാൻ ഹക്കീം എന്ന് പറയുന്ന ഒരു മഹാൻ തൻ്റെ മകന് ഉപദേശിച്ചു കൊടുത്തൊരു കാര്യം കൊണ്ട് പറഞ്ഞു. യാ പുനയ്യ, എൻ്റെ പൊന്നു മോനെ, മൻ റഹിമ യുർഹമു, ആര് കരുണ കാണിക്കുന്നുവോ അവരോട് അള്ളാഹു കരുണ കാണിക്കും. ഒമെല്ലാം യസ്മുത്ത് യുസ്ലിം, നീ മൗനം ദീക്ഷിച്ചാൽ നിനക്ക് രക്ഷപ്പെടാം. നീ സംസാരിക്കരുത്, മൗനം ദീക്ഷിച്ച് എനിക്ക് രക്ഷപ്പെടാം. ഒമൻ യഫ്അൽ ഖൈർ, അങ്ങനെ നന്മ പ്രവർത്തിച്ചാൽ യാ ഗിനം, അവന് അനുഗ്രഹമുണ്ടാവും, വിജയമുണ്ടാവും. ഒരു മകനെ വാപ്പ ഉദ്ദേശിക്കണം. പിന്നെന്താ പറഞ്ഞത്? ഒമല്ലാം യംലിക് ലിസാനഹു, നാവിനെ നീ അധീനപ്പെടുത്തിയില്ലെങ്കിൽ, സൂക്ഷിച്ചില്ലെങ്കിൽ എന്താവും? യഖ്സിമു, നീ പറയുന്നതൊക്കെ കുറ്റമായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നാവിനെ നീ സൂക്ഷിക്കണം. അതുപോലെ തക്സിറുൽ കലാം, സംസാരം അധികരിപ്പിക്കരുത്. ലുക്മാൻ ഹക്കീം എന്ന് പറയുന്ന ആ വ്യക്തി, ആ മഹാൻ തൻ്റെ മകനെ ഉപദേശിച്ചു കൊടുക്കുന്നതാണ്. ലാ തക്സിറുൽ കലാം, ഇപ്പൊ ഒരു ദിക്റില്ല, അള്ളാഹ്ക്ക് ദിക്ർ ചെല്ലാനല്ലാതെ നാവിനെ ഉപയോഗിക്കരുത്. ആദ്യത്തെ കുത്തി പറഞ്ഞ ആശയ നിയമത്തും ധാരാളം ദിക്റുകൾ ചെല്ലണം. അപ്പൊ അതിന്റെ കസറത്തിൽ കലാം, ധാരാളമുള്ള ഈ സംസാരം, ഒരു ദിക്റില്ല, അള്ളാഹുവിൻ്റെ ദിക്റല്ലാതെ ചെല്ലുന്ന ഈ കലാം കൊണ്ട് നിന്റെ ഹൃദയം കടുത്തുപോകും. അതുകൊണ്ട് കാഠിന്യമുണ്ടാവും. അതുകൊണ്ട് നീ അത്തരത്തിലുള്ള അധികരിച്ച സംസാരം നീ സൂക്ഷിക്കണം. എൻ്റെ പൊന്നുമോനെ, ഇതൊക്കെ മനസ്സിലാക്കിയാലും നീ ഷിർക്ക് ചെയ്തു പോയത്. അതിന് നിങ്ങളോട് പറയാനുള്ളത്, ഷിർക്ക് അള്ളാഹുവിൻ്റെ വലിയ പാവമാണ്. അള്ളാഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന് മുതൽ റോഡ് ബ്ലോക്കാക്കിക്കൊണ്ടുള്ള സുന്നത്ത് പ്രകടനങ്ങളും ആചാരങ്ങളാണ് കാണാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് ഒരു അവബോധം വേണം. പൊതു മിമ്പറിൽ നിന്ന് അത്തരത്തിലൊരു ഇറങ്ങിച്ചെന്നാൽ വിമർശനത്തിന് ഉദ്ദേശിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടുക, അത് ഒരു സത്യവിശ്വാസിയുടെ അടയാളമാണ്. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഇഷ്ടപ്പെടേണ്ടത്? സുന്നത്തുകൾ പരമാവധി ജീവിതത്തിൽ പകർത്തണം. അതാണ് സ്നേഹത്തിന്റെ ഒരു ഭാഗം. ഏറ്റവും കൂടുതൽ മൻ അഹബ്ബ സുന്നത്തി ഫഇന്നഹു മിന്നി, എൻ്റെ സുന്നത്ത് ആരിഷ്ടപ്പെട്ടു പ്രവർത്തിക്കുന്നുവോ അവൻ്റെ കൂടെ തന്നെയായിരിക്കും, അവൻ എൻ്റെ കൂടെ തന്നെയാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇദ്ദേഹമായി ഒരു യുവാവായിരുന്നു, ചെറുപ്പക്കാരനായിരുന്നു. ആ ഇബ്നു ഉമറിന് ഒരു പേരുണ്ട്. എന്താണ്? മുത്തബിഉ സുന്ന, സുന്നത്തിനെ പിന്തുടരുന്ന. അപ്പോൾ സുന്നത്തിനെ പിന്തുടരുന്ന് പറഞ്ഞതിന് അർത്ഥം ഫർള് നിക്കാഹ് സുന്നത്തിൽ കാര്യമില്ല കേട്ടോ. പണ്ടൊക്കെ ഇപ്പൊക്കെ ചെറുക പോലെ ബോധം വന്നു ഞങ്ങളെ പത്തിയിലൊക്കെ. തറാവി ഈശ നിസ്കരിക്കുക, തറാവി നിസ്കരിക്കുക, അതിലെ വലിയ പുണ്യത. ഫർള് നിസ്കരിക്കണം. സുന്നത്തായ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ പകർത്തലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ സ്നേഹം. ആ സുന്നത്ത് കൈവടിയരുത്. രണ്ടാമത്തെ എന്താണ്? തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാളിൽ എന്നോട് അടുത്തിരിക്കുന്ന ആൾക്കാർ, ഔലകൾ എന്ന് പറഞ്ഞാൽ ഒരു പൊയ്യോ ഉണ്ടാകുമ്പോൾ എല്ലാവരും സ്റ്റേജിൽ സീറ്റിട്ടില്ലല്ലോ. എന്നാൽ മത്സരം ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് സീറ്റ് കിട്ടും. നബി പറയാൻ സീറ്റ് കിട്ടും. ഫാക്കുസറവും അലൈഹി സ്വലാത്തും എൻ്റെ മേലെ ഒരുപാട് സ്വലാത്ത് ചൊല്ലി തീർക്കുക, അതും പ്രവാചകനോടുള്ള സ്നേഹത്തിൻ്റെ ഒരു ഭാഗമാണ്. മദലുകൾ പറയാം, അത് അതിന് കവിയാൻ പാടില്ല. ക്രൈസ്തവർ ഈസാ നബിയെ പുകഴ്ത്തുന്ന പോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. തങ്ങൾ സദസ്സിലേക്ക് ചെല്ലുമ്പോൾ പെൺകുട്ടി, അവിടുത്തെ കുട്ടികൾ ദിവസം കുട്ടി പാടി
ഞങ്ങളിൽ നാളത്തെ കാര്യം അറിയുന്ന ഒരു പ്രവാചകനുണ്ട്. അപ്പൊ നബി പറഞ്ഞു അങ്ങനെ പറയണ്ട. അപ്പൊ ദീനിന്റെ കാര്യത്തിലായാലും മദഹിന്റെ കാര്യത്തിലും അതിന് കവിയാൻ പാടില്ല. ഷിർക്ക് വന്നു പോകുന്ന രൂപത്തിലുള്ള മധു ഗാനം പാടില്ല. കഅബ് ഇബ്നു സുഹൈറൊക്കെ നബി സല്ലല്ലാഹു തങ്ങളുടെ മുഖത്ത് നോക്കി മദഹ് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു തങ്ങളുടെ ചുമലിലുണ്ടായിരുന്ന ഒരു ഷാൾ ഇട്ട് കൊടുത്ത കഥകളൊക്കെ ഉണ്ട്. ആ മദഹ് പറയാ, അതിനെ വിട്ട് കളയാൻ പാടില്ല. അതിന് ഷിർക്ക് വരുന്ന രൂപത്തിൽ മദഹ് പാടില്ല. അപ്പോൾ നബിയെ സ്നേഹിക്കുന്നത് ഒന്ന് സുന്നത്ത് ആക്കുക, രണ്ടാമത്തത് സലാത്ത് ചെല്ലുക. നബി സല്ലല്ലാഹു തങ്ങളോട് ചോദിച്ചു സഹാബത്ത്, കൈഫ നുസല്ലി അലൈക യാ റസൂലല്ലാഹ്, ഞങ്ങൾ എങ്ങനെയാണ് ഇങ്ങോട്ട് സലാത്ത് ചെല്ലേണ്ടത്? അപ്പോൾ നബി സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞു കൊടുത്തു, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹത്തിന്റെ ഭാഗമായിട്ട് ജീവിതത്തിൽ ഫർളുകൾക്ക് പുറമെ എന്തെല്ലാം സുന്നത്തുകളുണ്ടോ ആ സുന്നത്തുകൾ ചെയ്തുകൊണ്ട് നബിയെ സ്നേഹിക്കുക. പ്രവാചകന്റെ പേരിൽ ഏറ്റവും കൂടുതൽ സലാത്ത് ചെല്ലുക. എങ്ങനെ സലാത്ത് ചെല്ലണം? സലാത്ത് പറഞ്ഞു എപ്പോൾ ചെല്ലണം? എപ്പോഴും ചെല്ലാം. എത്ര ചെല്ലാം? എത്രയും ചെല്ലാം. ആ വാക്കാത്ത നമ്മൾ ഇപ്പൊ പഠിച്ചില്ലേ, നാവിനെ നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ദിക്കില്ല, ദിക്ക് ചെല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താതെ സലാത്ത് ചെല്ലി ഈ സമയങ്ങളിലൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് നബിയെ സ്നേഹമില്ലാത്തവരാണ്, നബിയെ ഇഷ്ടമില്ലാത്തവരെന്നൊക്കെ പറയുന്നവർക്ക് നമ്മൾ നബിയെ സ്നേഹിക്കൽ ഇങ്ങനെയാണ്. നബി സുന്നത്തിനെ പിൻപറ്റുക, സലാത്ത് കൂടുതൽ ചെല്ലുക. അതായിരിക്കട്ടെ നമ്മുടെ നബിയുടെ സ്നേഹം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റുള്ളവരുടെ മാതാപിതാക്കൾ, മറ്റു കുടുംബാദികളൊക്കെ മഅഫറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് എല്ലാവർക്കും നിനക്ക് ബാധിക്കാൻ ആഫിയത്തോടു കൂടി ദീർഘായുസ്സും ആരോഗ്യം നൽകണേ. പടച്ച റബ്ബേ, മാരക രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ വേണ്ടപ്പെട്ട എല്ലാവരെയും നീ കാത്തി രക്ഷിക്കണേ. എത്ര രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന രോഗികൾ പല ഭാഗങ്ങളിലും ആശുപത്രിയിലും വീടുകളിലൊക്കെ വേദന സഹിക്കുന്നുണ്ട്. അവർക്കൊക്കെ നീ ശിവ നൽകണേ റബ്ബേ. അത്തരത്തിലെ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ മക്കളെ എല്ലാവരെയും കാത്തിരക്ഷിക്കണേ. ഞങ്ങളെ വാഹന അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഞങ്ങൾക്ക് ഇനി ബർക്കത്ത് ചെയ്യണേ. ഹലാലായ എന്തെല്ലാം മാർഗങ്ങൾ ബിസിനസ്സുകൾ നടത്തുന്നുണ്ടോ അതിലൊക്കെ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളെ കടങ്ങൾ വിട്ടുതരണേ റബ്ബേ. കടത്തോടുകൂടി ഞങ്ങളെ നീ മരിപ്പിക്കരുതേ തമ്പുരാൻ. ഞങ്ങൾ മക്കൾ വിവിധ മേഖലയിൽ പഠിക്കുന്നവരുണ്ട് റബ്ബേ, അവരെ പഠനത്തിൽ വിജയിപ്പിക്കണേ റബ്ബേ. ജോലി ചെയ്യുന്നവരുണ്ട് റബ്ബേ, ജോലിയിൽ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന മക്കളാക്കി മാറ്റണേ തമ്പുരാൻ. മരിച്ചുപോയ മറ്റു കുടുംബങ്ങൾക്കൊക്കെ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأحرق كفرة والظالمين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما.